ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ മാസം 10-ാം തീയതി ബുധനാഴ്ച. നമുക്ക് അറിയാം, ഈ വെള്ളിയാഴ്ചയാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുക. നമ്മളത് കണ്ട് കഴിഞ്ഞതാണ്. പെന്തക്കുസ്ത തിരുനാൾ തൊട്ട് ഓരോരോ ആഴ്ചകളിലുള്ള തിരുനാളുകൾ. അപ്പോൾ ജൂൺ 12-ാം തീയതിയാണ് തിരുഹൃദയ തിരുനാൾ. അതിൻ്റെ അടുത്ത ദിവസമാണ് മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ. പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാവരും മരിയ ഭക്തർ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളവരാകാം, പുതുക്കിയിട്ടുമുള്ളവരാകാം. നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് നമ്മളിത് അറിയുന്നതും മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതും. ഓരോ വർഷവും ഇത് നമ്മൾ പുതുക്കും. വിമല ഹൃദയത്തിൽ കയറിപ്പറ്റിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൽ കയറിപ്പറ്റി എന്നതാണ്. കാരണം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആദ്യത്തെ അറ പരിശുദ്ധ അമ്മയാണല്ലോ. അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെയാണ് ഇനി ഈശോയുടെ രണ്ടാം വരവ് ഉണ്ടാവുക. അമ്മയാണ് ലോകത്തെ ഒരുക്കുന്നത്. ഫാത്തിമയിൽ അമ്മ പറഞ്ഞല്ലോ, റഷ്യയെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ആ പ്രതിഷ്ഠയുടെ വീണ്ടും ഒരു പുതുക്കൽ. ചിലപ്പോൾ നമ്മൾ വേറെ സമയത്ത് പുതുക്കി വെച്ചിട്ടുണ്ടാകും. എങ്കിലും മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളിൻ്റെ അന്ന് ഇത് പുതുക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മൾ ഈ 3 ദിവസം കൊണ്ടാണ് വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്നത്. 3 ദിവസം ഒരുങ്ങിയിട്ട് ബുധൻ, വ്യാഴം, വെള്ളി, ശനിയാഴ്ച മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ. അതിൻ്റെ അന്ന് നമ്മൾ പ്രതിഷ്ഠ അവസാനിപ്പിക്കും. ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസം മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളിന് ഒരുങ്ങാണ്. 3-ാം ദിവസമായിട്ട് വരുന്നത് തിരുഹൃദയ തിരുനാളാണ്. അടുത്ത ദിവസം വിമല ഹൃദയം. വിമല ഹൃദയത്തിൻ്റെ ഒരുക്കവും തിരുഹൃദയത്തിൻ്റെ ഒരുക്കവും ഒന്നു തന്നെയാണ്. കാരണം 2 ഹൃദയങ്ങളും ഒന്നാണ്. അപ്പോൾ നമുക്ക് ബുധനാഴ്ച ഇന്ന് മുതൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാനായിട്ട് ഒരുങ്ങാം. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും കുറേ പേജുകൾ ഇങ്ങനെ വായിച്ച് കുറേ പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലി അങ്ങനെയാണ് നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാറ്. എന്നാൽ 3 ദിവസം കൊണ്ട് നമുക്ക് മറ്റൊരു തരത്തിൽ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാം. അത് നമ്മുടെ ചിന്തകളിലൂടെയാണ്. എന്താണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത്? ആ അർത്ഥത്തിന് അനുയോജ്യമായിട്ടുള്ള ജീവിതമാണോ നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്? നമ്മൾ അതിനനുസരിച്ചുള്ള ജീവിതമാണോ? കുറേ തിട്ടപ്പെടുത്ത പ്രാർത്ഥനകളും പേജുകളും വായിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുമ്പോൾ അത് പേജുകളിൽ തന്നെ ഇരിക്കും. നമുക്ക് ഈ വർഷം മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളിന് നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ച് ഈ പ്രതിഷ്ഠ പുതുക്കാം. ഇതിന് പ്രത്യേകിച്ച് പ്രാർത്ഥനകളോ ഒന്നുമല്ല വേണ്ടത്. നമ്മളുടെ ചിന്തകളിൽ, നമ്മുടെ ധ്യാനങ്ങളിൽ എന്താണ് വിമല ഹൃദയ പ്രതിഷ്ഠ? വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് നൽകുന്ന ഏറ്റവും പരിപൂർണമായ സമർപ്പണമാണ്. അതിൻ്റെ അർത്ഥം നമ്മെ പൂർണ്ണമായിട്ടും മറിയത്തിന് സമർപ്പിക്കുക. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പുസ്തകം ഫോളോ ചെയ്യുമ്പോൾ നമുക്കറിയാം, ആദ്യത്തെ 12 ദിവസം നമ്മൾ ലോകത്തിൻ്റെ അരൂപിൽ നിന്ന് സ്വന്തമാക്കാൻ നമ്മളെ, അതുപോലെ 3 ആഴ്ച നമ്മെ തന്നെ അറിയുക, പരിശുദ്ധ അമ്മയെ അറിയുക,
യേശുവിനറിയാം. ഇങ്ങനെയാണല്ലോ ആ ഘടന പോകുന്നത്. ഈ വർഷം നമ്മൾ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്നത് ധ്യാനത്തിലൂടെയാണ്, പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയിട്ടല്ല. ഇത് പരിശുദ്ധ അമ്മ തന്ന ഒരു പ്രത്യേക സന്ദേശമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഈശോയ്ക്ക് ക്രിസ്തുവിന് പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറിയത്തിന് പൂർണ്ണമായി സമർപ്പിക്കണം എന്നാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ആ രണ്ട് ഹൃദയങ്ങൾ, സംയുക്ത ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മെ തന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നാം അമ്മയ്ക്ക് നൽകേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് നമ്മൾ അമ്മയ്ക്ക് നൽകേണ്ടത്? നമ്മൾ പൂർണ്ണമായും നമ്മളുടെ എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുകയാണ്, കൊടുക്കുകയാണ്. ഇത്രയും വർഷം നമ്മൾ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കി. ഈ ഒരു വർഷം നമുക്ക് ഇതൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ കൊടുക്കുന്നു എന്ന് പേപ്പറുകളിൽ വായിച്ചിട്ടാണല്ലോ നമ്മൾ പ്രതിഷ്ഠ പുതുക്കിയത്. ശരിക്കും നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ പൂർണ്ണമായി കൊടുത്തിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാം. പൂർണ്ണമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്നാമത്, നമ്മുടെ ശരീരത്തെ അതിൻ്റെ അവയവങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ആത്മാവും അതിൻ്റെ എല്ലാ ശക്തികളും, അതുപോലെ നമുക്കിപ്പോഴുള്ളവയും ഭാവിയിൽ ലഭിക്കാനിരിക്കുന്നതുമായ ബാഹ്യമായ എല്ലാ നന്മകളും സമ്പന്നതകളും പരിശുദ്ധ അമ്മയ്ക്ക് അടിയറവ് വെച്ചിട്ടുണ്ടോ? നമ്മുടെ പുണ്യങ്ങളും യോഗ്യതകളുമാകുന്ന ആത്മീയവും ആന്തരികവുമായ സമ്പത്തും, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ സൽപ്രവൃത്തികളും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് ഇതൊന്നിരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കും, നമ്മുടെ വിമലഹൃദയ പ്രതിഷ്ഠയൊന്നും ശരിയല്ല. ഇതുവരെ പ്രതിഷ്ഠ പുതുക്കിയതൊന്നും ശരിയല്ല. കാരണം ശരീരത്തെ അതിൻ്റെ അവയവങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടെ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് കുമ്പസാരക്കൂട്ടിൽ കയറേണ്ട വരില്ലായിരുന്നു. നമ്മൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കൊണ്ട് ചെയ്തിട്ടുണ്ടോ? അതിലേറ്റവും അധികം എതിരായിട്ട് ഈ കൽപ്പനയെ ലംഘിക്കുന്നത് നാവായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളായിരിക്കും, കണ്ണായിരിക്കും. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ വിമലഹൃദയ പ്രതിഷ്ഠ ഇതുവരെ ചെയ്തത് ശരിയാണോ എന്ന് ചോദ്യചിഹ്നമാണ്. കാരണം കുറേ പേപ്പറുകളിൽ, പുസ്തകങ്ങളിൽ കാണുന്ന പേജുകൾ മറിച്ച് ചൊല്ലി ആ പറയുന്ന പോലെ യാന്ത്രികമായി കുർബാന സമർപ്പിച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും പണ്ടത്തെ പടി തന്നെ ജീവിക്കുന്നു. ഈ വർഷം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ആദ്യത്തെ സമർപ്പണമാണ് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറയാം, അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടില്ല. അമ്മയ്ക്ക് പൂർണ്ണമായി നമ്മളെ തന്നെ നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ പിന്നെ നാവ് കൊണ്ടൊരു പാപം ചെയ്യുകയില്ലായിരുന്നു. നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ പരിശുദ്ധ അമ്മയുടെ അവയവങ്ങളെപ്പോലെ കാക്കുമായിരുന്നു. നമ്മൾ നമ്മുടെ ചിന്തകളെ ഈശോയുടെ ഹിതമനുസരിച്ച് സ്നേഹം കൊണ്ട് നിറച്ച് അതിനെ സൂക്ഷിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ വർഷം ചെയ്യാനുള്ളത്, ഇത്രയും വർഷം ഞാൻ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കിയിട്ടും ഞാൻ തന്നെ, മാറ്റങ്ങളൊന്നും ഇല്ല. ഈ ഒരു ദിവസം മുതൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് പരിശുദ്ധ അമ്മയിലൂടെ നടത്തുന്നത്? പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് നമ്മൾ അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നത്?
കൊടുത്തു എങ്കിൽ പൂർണ്ണമായി കൊടുക്കുമല്ലോ. പിന്നെ അമ്മയുടെ ഇഷ്ടമല്ലേ നടത്തുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടമാണ് നടത്തിയിട്ടുള്ളത്, നമ്മുടെ ഇഷ്ടമാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഇഷ്ടമാണ് ചിന്തിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരു പ്രഹസനമായിട്ട് മാറി. ഈ വർഷം നമുക്ക് ഇത്രയേ ചെയ്യേണ്ടൂ. ഒന്നാമത്തെ ദിവസം ആദ്യത്തെ 12 ദിവസം ലോകാരൂപിയിൽ നിന്ന് വിട്ടു നിൽക്കാനാണല്ലോ വിശുദ്ധ ലൂയിസ് മൂൺഫോർട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ ഇപ്പോഴേ തന്നെ ഓർത്തെടുക്കാം. അതിൽ പൂർണ്ണ സമർപ്പണം നമ്മുടെ ശരീരത്തിൻ്റെ നടന്നിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ എല്ലാ ഭാവിയിൽ കിട്ടാനിരിക്കുന്ന എല്ലാ നന്മകളും ആന്തരികമായ സമ്പത്തുകളൊക്കെ നമ്മൾ കാഴ്ചവെക്കുകയാണ് ഈ വർഷം. നമ്മൾ ഓർത്തെടുത്ത് നമ്മെ തന്നെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചാൽ മതി. 3 ദിവസം. കണ്ണുകളുടെ ദുരാശ. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ചിന്ത വരിക ലൈംഗികമായ കാര്യങ്ങളാണ്. കണ്ണുകളുടെ ദുരാശ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മയുടെ വിമലഹൃദയ തിരുനാളിൻ്റെ അന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ എല്ലാം കാഴ്ച കൊടുക്കാൻ പോവാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത യാതൊന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, നാവ് കൊണ്ടോ ചിന്ത കൊണ്ടോ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് സമർപ്പണം, ശരിയായിട്ടുള്ള സമർപ്പണം ആയി മാറുക. ഫാത്തിമയിൽ അമ്മ പറഞ്ഞു, അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. എലിസബത്ത് സാൻഡോ എന്ന് പറയുന്ന ഒരു ഭക്തസ്ത്രീക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ച്. ആ ജ്വാല ഈശോയാണ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, ഞാൻ അമ്മയുടെ ഇഷ്ടമനുസരിച്ചാണോ ഇത്രയും വർഷം ഇവിടെ നിൽക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഒന്നും ബാക്കി വയ്ക്കാതെ പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രതിഷ്ഠ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം അമ്മയുടെയാണ്. നമ്മൾ അമ്മയുടെ അടിമകളാണ്. അമ്മ പറയുന്നത് പോലെയേ അടിമ ചെയ്യാവൂ. നമ്മൾ ഇത്രയും വർഷം വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കിയിട്ട് അമ്മ പറയുന്നത് പോലെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം അമ്മ ഒരു ഉദാഹരണത്തിന് പറയാണ് ഒരു ചെറുപ്പക്കാരിയോട്, മോളെ ഇനി മുതൽ നീ ഇന്ന കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് പറയാം, ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നൊരു കുട്ടി, നീ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് പോട്ടെ, വേറൊരു കുടുംബിനിയോട് പറയാണ്, മോളെ നീ നിൻ്റെ ശരീരവും മനസ്സും ആത്മാവൊക്കെ എനിക്ക് തന്നിരിക്കല്ലേ, നീ ഇന്നു മുതൽ നിൻ്റെ ജീവിതത്തിൽ സ്വർണ്ണമൊന്നും ഉപേക്ഷിക്കുക, എനിക്ക് നീ സ്വർണ്ണം ഇടുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ചിന്ത തരുന്നതാണ് കേട്ടോ, അല്ലാതെ എല്ലാവരും സ്വർണ്ണം ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെല്ലാം പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾ പേജുകൾ എണ്ണി തിട്ടപ്പെടുത്തി ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിടും. ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. 15 വർഷത്തോളമായി ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാൻ തുടങ്ങിയിട്ട്. അതെപ്പോഴും വേളാങ്കണ്ണിയിൽ വെച്ചാണ് പുതുക്കാറ്. കൊറോണയൊക്കെ വന്നപ്പോൾ 1-2 വർഷത്ത് പറ്റാതെയായി. ഇപ്പം അടുത്ത് വേളാങ്കണ്ണിയിൽ പോയപ്പോൾ ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കി. ഈ പുതുക്കുമ്പോഴൊക്കെ എന്താ ചെയ്യുന്നത്? പേജുകൾ ഇങ്ങനെ വായിക്കും. 1-ാം ദിവസം ഇത്ര പേജ്, 2-ാം ദിവസം ഇത്ര പേജ്, അത് കൊണ്ട് ചെല്ലേണ്ട ലുത്തിനിയകൾ, മറ്റത് മറിച്ചത് എല്ലാം നമ്മൾ ചെല്ലും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കാറില്ല, ഞാൻ അമ്മയുടെ അടിമയാണ്, വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആളാണ്, എൻ്റെ സംസാരം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ? യജമാനത്തി പറയുന്നതേ അടിമ ചെയ്യാവൂ. അപ്പോൾ യജമാനത്തി പറയാണ്, ഇന്ന് മുതൽ നീ സ്വർണ്ണം ഉപയോഗിക്കണ്ട, നീ എൻ്റെ അടിമയല്ലേ. അങ്ങനെ, ഇത് ചെറിയൊരു എക്സാമ്പിൾ. അങ്ങനെ പറഞ്ഞാൽ നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ ജീവിതത്തിൽ
എന്തൊക്കെ മാതാവ് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? അവിടെയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ ശരിക്കും അർത്ഥവത്താകുക. അതായത് ക്രിസ്ത്യാനികരണം പറയുന്ന പോലെ സ്വയം ശൂന്യാവാൻ, നമ്മൾ ശരിക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അടിമയായിരിക്കാൻ. അങ്ങനെ വരുമ്പോൾ എല്ലാ അമ്മയുടെ ഇഷ്ടപ്രകാരം ചെയ്യാവൂ. സ്വർണത്തിൻ്റെ കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ, അല്ലാണ്ട് സ്വർണ്ണം ഉപേക്ഷിക്കാനൊന്നും അമ്മ പറയുന്നില്ല. ഞാൻ പറയുകയാണ്, ഇന്ന് മുതൽ നിൻ്റെ കണ്ണുകൾക്ക് ഇഷ്ടം തോന്നുന്നത്, അതാണ് കണ്ണുകളുടെ ദുരാശ കേട്ടോ. കണ്ണുകളുടെ ദുരാശ എന്ന് പറയുമ്പോൾ അപ്പോൾ ലൈംഗികപരമായ പാപങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരണ്ട, അതല്ല ഉദ്ദേശിച്ചത്. കണ്ണുകളുടെ ദുരാശ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും ഈ ലോകത്തെ ത്യജിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ലോകത്തിൻ്റെ എല്ലാ ആശകളും, നമുക്ക് കണ്ണുകളിലൂടെ വരുന്ന ആശകൾ, ചിലപ്പോൾ സാരി കണ്ടപ്പോഴായിരിക്കും, നല്ല ചുരിദാർ കണ്ടപ്പോഴായിരിക്കും, അല്ലെങ്കിൽ നല്ല ഒരു ഗാർഡൻ കണ്ടപ്പോഴായിരിക്കും, അതല്ലെങ്കിൽ നല്ല ഭക്ഷണം കണ്ടപ്പോഴായിരിക്കും. അപ്പോൾ ആ ദുരാശകൾ നമുക്ക് അടക്കം ചെയ്യാനായിട്ട് പറ്റണുണ്ടോ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ട്? സംസാരം പരിശുദ്ധ അമ്മയ്ക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന നമ്മൾ എന്ന് പറയുന്നില്ല, ഞാൻ അമ്മയുടെ അടിമയാണ്. പക്ഷേ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കണം. അതാണ് വിമല പ്രതിഷ്ഠ. എന്നിട്ട് യജമാനത്തി പറയുന്നത് പോലെയാണോ നമ്മൾ ഓരോ ദിവസവും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും? നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ യജമാനത്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എത്ര ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓരോ ജീവിതങ്ങളെടുത്താൽ തിരുവോസ്തി സ്വീകരിക്കുന്ന നമ്മുടെ നാവുകളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠകളൊന്നും ശരിയായിട്ടില്ല. ഇനി അത് പൂർണ്ണതയിൽ ശരിയാവുമോ? സാധ്യതയില്ല. പക്ഷേ എന്നാലും നമ്മളൊന്ന് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയും ഈശോയും ശക്തമായ ഒരു സന്ദേശം തന്നതുകൊണ്ടാണ് ഞാൻ ഈ വർഷം വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്നത്. ഇങ്ങനെയാവണം എന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാണ്. ആദ്യത്തെ കാര്യം, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ആദ്യത്തെ കാര്യം പരിപൂർണമായും നമ്മെ മുഴുവനും പരിശുദ്ധ കന്യയ്ക്ക് സമർപ്പിക്കലാണ്. അത് സമർപ്പിച്ചാൽ നമ്മൾ അടിമയാണ്. അമ്മ പറയുന്നത് പോലെയേ ചെയ്യാവൂ. യജമാനത്തിയുടെ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണം. അപ്പോൾ നമ്മൾ എന്ത് വേണം? യജമാനത്തിയുടെ സുഹൃതങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കണം. നമ്മുടെ യജമാനത്തിയുടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ, നമ്മുടെ യജമാനത്തിയാണ് അമ്മ. അമ്മ നമ്മുടെ സ്വന്തം അമ്മയാണ്. അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ്. ഇതെല്ലാം അമ്മയുടെ ഗുണങ്ങളാണ്. അമ്മയുടെ ഗുണങ്ങൾ വിവരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അമ്മയുടെ സുഹൃതങ്ങൾ എന്തൊക്കെയാണ്? അമ്മയുടെ സുഹൃതത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു സുഹൃതമാണ് എളിമ. കൂടുതൽ പ്രാർത്ഥിക്കും തോറും തലക്കനം കൂടുന്ന അവസ്ഥയാണ് ഇന്ന് എങ്കിൽ, അമ്മയ്ക്ക് കൃപ വർദ്ധിക്കും തോറും എളിമ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥ എളിമ എങ്ങനെയാണ് കിട്ടുക? യഥാർത്ഥ എളിമ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ മതി. എളിമ എന്ന സുഹൃതം എങ്ങനെയാണ് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുക? ജാടകളില്ലാതെ സംസാരിക്കാൻ, സ്നേഹിക്കാൻ, ആരുടെ മുമ്പിലും എളിമപ്പെടാൻ, അതൊരു വലിയ കൃപയാണ്. ദൈവത്തിന് മറ്റേതൊരു സുഹൃതത്തെക്കാളും പ്രിയങ്കരമായ സുഹൃതമാണ് എളിമ. എളിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തോട് ഒന്നും ചോദിച്ചു വാങ്ങാനുള്ള യോഗ്യതയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ എളിമ.
നമ്മൾ ദൈവത്തോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ദൈവം പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുമില്ല. ഒന്നും വേണ്ട, എല്ലാവരും സ്നേഹിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളെ ദേഷിക്കുന്നവരെയും നമ്മളെ ചതിക്കുന്നവരെയും സ്നേഹിച്ചിട്ടുണ്ടോ? ഇനി പോട്ടെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ ജീവിത പങ്കാളി ചതിച്ചു, വഞ്ചിച്ചു, എന്നിട്ടും ദൈവം പറഞ്ഞ ആകെ ഒരു കൽപ്പനയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ നമ്മൾ എന്ത് വിമല ഹൃദയ പ്രതിഷ്ഠയാണ് നടത്തുന്നത്? അമ്മ മാതാവ് ഈ ദിവസങ്ങളിൽ വന്നിട്ട് പറഞ്ഞു, മോളെ, സ്നേഹമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനകളല്ല, സ്നേഹമാണ്. അപ്പോൾ ഈ 3 ദിവസം നീ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങിക്കും. പലർക്കും സംശയമാണ്, 33 ദിവസം ഒരുങ്ങണ്ടേ ചേച്ചി, എന്നിട്ട് വേണ്ടേ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ? ശരിയാണ്. പക്ഷേ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം 33 ദിവസം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രതിഷ്ഠ പുതുക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ 3 ദിവസം കൊണ്ട് ഇത് പുതുക്കാം എന്ന്. 3 ആയാലും 33 ആയാലും എത്ര ദിവസം വേണമെങ്കിലും പേപ്പറുകൾ വായിച്ച് നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കിയാലും നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠ എങ്ങനെയാണ് നമ്മൾ പുതുക്കിയതെന്ന് ചിന്തിച്ചാൽ, ഇപ്പം നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവും ഇതൊക്കെ ഒരു യാന്ത്രികമായിട്ടുള്ള പ്രതിഷ്ഠ പുതുക്കലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ അവസാന കാലഘട്ടങ്ങളിൽ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാൻ മറ്റൊരു മാർഗം നമുക്ക് തേടാം. ഞാൻ ഇന്ന് ആദ്യത്തെ ദിവസം ഞാൻ ചിന്തിക്കുന്ന കാര്യം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് എല്ലാം, എൻ്റെ ചിന്തകൾ എല്ലാം ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ യജമാനത്തി, ഞാൻ അടിമ. അമ്മ എൻ്റെ അമ്മ, ഞാൻ അമ്മയുടെ മകൾ. അമ്മ ദൈവത്തിൻ്റെ അമ്മ, ഞാൻ ദൈവത്തെ കിട്ടാൻ ശ്രമിക്കുന്നവൾ. അങ്ങനെയാണെങ്കിൽ അമ്മ പറയുന്നതേ ചെയ്യാവൂ. അമ്മ എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കണം, കേൾക്കണം. അതിനെന്ത് വേണം? ആദ്യം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അമ്മ പറയുന്നത് കേൾക്കാൻ. അമ്മ ഒന്നേ പറയുള്ളൂ, എളിമപ്പെടാൻ, ഭൂമിയോളം എളിമപ്പെടാൻ, ശത്രുവിനെ സ്നേഹിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ. ഇതൊക്കെയാണ് അമ്മ പറയുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇരുന്ന് ചിന്തിച്ചാൽ മതി. ഇരുന്ന് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ കെട്ടിയവന് ഭക്ഷണം കൊടുക്കില്ല, അമ്മായിയമ്മേനെ നോക്കില്ല, ഞാനങ്ങനെ റൂം അടച്ചിട്ട് ഇരുന്ന് ചിന്തിക്കുകയാണ്, അങ്ങനെ അമ്മ പറഞ്ഞിട്ടില്ല. അമ്മ എപ്പോഴും വർക്ക് ചെയ്യുന്ന ആളാണ്. അമ്മ ഓടി നടന്ന് ജോലി ചെയ്ത ആളാണ്. ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ദിവസം നമുക്ക് കാര്യമായിട്ട് ചിന്തിക്കാം, ദൈവമേ എത്ര പ്രാവശ്യം വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കി, എന്നിട്ട് ഞാൻ എന്തുമാത്രം കാര്യങ്ങളാണ് എൻ്റെ നാവ് കൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. അമ്മായിമ്മയാണെങ്കിൽ അമ്മായിമ്മ ചിന്തിച്ചോ, ഞാൻ എത്രമാത്രം വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കി, മരുമകളെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു കുറ്റം പറയാതിരുന്നിട്ടുണ്ടോ? മരുമകളാണെങ്കിൽ ചിന്തിച്ചോ, ഞാൻ എന്തുമാത്രം വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കി, എൻ്റെ അമ്മായിമ്മേനെ അമ്മയായിട്ട് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഭർത്താവ് ചിന്തിച്ചോ, ഞാൻ എന്ത് കാര്യമായിട്ടാണ് വിമല ഹൃദയ പ്രതിഷ്ഠയൊക്കെ പുതുക്കിയിരിക്കുന്നത്, വേളാങ്കണ്ണിയിൽ പോയിട്ടേ ഞാൻ പുതുക്കിയിട്ടുള്ളൂ. പക്ഷേ ഭാര്യയ്ക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിന് വേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടുണ്ടോ? പ്രതിഷ്ഠ പുതുക്കാണ്, പക്ഷെ കുടുംബത്തെ ഒരു കാര്യം നോക്കില്ല. പാവം ഭാര്യ കഷ്ടപ്പെടുകയാണ്. പറയുമ്പോൾ എന്താ, അദ്ദേഹം നല്ലവനല്ലേ, എന്താ പ്രാർത്ഥന? അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി ഭാര്യയാണെങ്കിൽ ചിന്തിച്ചോ, ഞാൻ പ്രാർത്ഥനക്കാരിയാണ്, അതുകൊണ്ട് വീട്ടിൽ ജോലി എടുക്കാനൊന്നും പറ്റില്ല, അതൊക്കെ അമ്മായിമ്മയോ ആരെങ്കിലുമൊക്കെ എടുക്കട്ടെ, എനിക്ക് ആകെ ഒരു പണിയുള്ളൂ, പ്രാർത്ഥിക്കുക. ഈശോ പറഞ്ഞിട്ടില്ല, പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടില്ല. നമുക്ക് തന്നെ തിരുത്താൻ കുറേ കാര്യങ്ങളുണ്ട്. യുവാക്കളാണെങ്കിൽ ചിന്തിച്ചോട്ടെ, അവർ ചിലപ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠയൊന്നും പുതുക്കിയിട്ടുണ്ടാവില്ല. പുതുക്കുന്നവർ, നടത്തിയവർ ചിന്തിച്ചോട്ടെ. അമ്മയാണ്, അടിമയാണ് നമ്മൾ, യജമാനത്തിയാണ്, അമ്മയാണ്, ദൈവമാതാവാണ്. ഈ അമ്മ പറഞ്ഞതുപോലെയാണോ ഞാൻ ചെയ്തിട്ടുള്ളത്?
ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാം. അമ്മയെ നോക്കാം, അമ്മയെ മാത്രം നോക്കാം. അമ്മയുടെ ആകാരം, അമ്മയുടെ മുഖത്തിലെ എളിമ, അമ്മയുടെ ശാന്തത, അമ്മയുടെ സൗമ്യത എല്ലാം നമുക്കും കിട്ടാൻ വേണ്ടി എവിടെയാണ് നമുക്ക് പാകപ്പിഴ വന്നത്, ഇനി ഞാൻ എന്താണ് മാറ്റേണ്ടത്, ഇടയ്ക്കൊന്ന് ചിന്തിക്കണം. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം ഉപയോഗിക്കേണ്ടെന്ന് അമ്മ പറഞ്ഞാൽ, എൻ്റെ യജമാനത്തി പറഞ്ഞാൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ 100 കാരണങ്ങൾ പറയും. അതങ്ങനെയാണ്, ജീവിത പങ്കാളിക്ക് ഇഷ്ടാവില്ല, അതിങ്ങനെയല്ലേ അങ്ങനെയല്ലേ. അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ഇത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വസ്തു ഇത് വേണ്ട എന്ന് എൻ്റെ യജമാനത്തി പറഞ്ഞാൽ ഞാനത് ഉപേക്ഷിക്കുമോ? അതായത് സ്വയം ശൂന്യമാവാൻ പറ്റുമോ? എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് അടിയറവ് പറയാൻ പറ്റുമോ? പറ്റിയിട്ടുണ്ടോ? അത് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ സൽപ്രവൃത്തികളെയൊക്കെ വിശദീകരിക്കുന്നതും അലങ്കരിക്കുന്നതും പരിശുദ്ധ അമ്മയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, എളിമയുടെ കാര്യം പറഞ്ഞാൽ രണ്ടാമത്തെ ചിന്ത ഇതായിരിക്കണം. നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികളിൽ പോലും നമുക്ക് സൃഷ്ടികളോടുള്ള അമിതമായ ഒരു ആസക്തി ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ സൽപ്രവൃത്തികൾ പോലും സ്വാർത്ഥലാഭത്തിന് വേണ്ടിയാണ്. ആഴങ്ങളിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കാര്യം നടക്കണം, നമുക്ക് രക്ഷ കിട്ടണം. അങ്ങനെയല്ലേ നമ്മൾ സൽപ്രവൃത്തികൾ പോലും കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഈ സൽപ്രവൃത്തികളൊക്കെ യോഗ്യതയുള്ളതാണെങ്കിൽ മാതാവിൻ്റെ കയ്യിൽ, യജമാനത്തിയുടെ കയ്യിൽ കൊടുക്കണം. അമ്മ അത് ഒക്കെ ശരിയാക്കിയെടുക്കും. ആപ്പിള് കൊടുത്ത കർഷകൻ്റെ കഥ കേട്ടിട്ടില്ലേ? കർഷകൻ രാജാവിൻ്റെ സ്നേഹവും സൗമനസ്സും സമ്പാദിക്കാനാണ് കൊതിച്ചത്. അതിനു വേണ്ടിയാണ് ആപ്പിൾ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ആകെ തുക ഒരു ആപ്പിളാണ്. ആ ആപ്പിൾ മരത്തിൽ നിന്ന് കിട്ടിയൊരു പഴമെടുത്ത് രാജാവിന് കൊടുക്കണം. അപ്പോൾ ഇടയിൽ വെച്ച് രാജ്ഞി വന്ന് കണ്ടു. രാജ്ഞിയാണ് കണ്ടത് ആദ്യം. ചോദിച്ചു, നീ എന്താ കൊടുക്കാൻ പോണേ? എന്താ ഇവിടെ നിൽക്കുന്നത്? കീറിപ്പറഞ്ഞ ഡ്രസ്സാണ്. അപ്പോൾ പറഞ്ഞ് രാജാവിന് മുഖം കാണിക്കാനാണെന്ന്. അപ്പോൾ പറഞ്ഞ് രാജാവിന് മുഖം കാണിക്കാനോ? അവിടെ കാവൽക്കാരൊക്കെ അവനെ പുറത്താക്കാനാണ് നോക്കണേ. കാരണം ഈ പിച്ചക്കാരൻ്റെ വേഷത്തിൽ വന്നിട്ട് രാജസന്നിധിയിലേക്ക് കടക്കാനോ? പറ്റില്ല. അപ്പോൾ ഇയാളുടെ നിർബന്ധമാണ് ഈ ആപ്പിൾ കൊടുക്കണം. പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് രാജ്ഞി ആ വഴി വന്നത്. രാജ്ഞി ചോദിച്ചു, എന്താ മോനെ നിൽക്കണത്? എനിക്ക് ഈ രാജാവിന് ഈ ആപ്പിൾ കൊടുക്കണം. അപ്പോൾ രാജ്ഞി അത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ കൊടുത്താൽ മതിയോ? മതി. എന്നാൽ ആപ്പിൾ ഇങ്ങോട്ട് തന്നു. ആപ്പിളും ചെളിയിരിക്കുന്നുണ്ട്, പക്ഷേ കർഷകനത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് കർഷകനത് രാജാവിന് കൊടുക്കാൻ വന്നതാണ്. രാജ്ഞി പറഞ്ഞു, ആപ്പിൾ ഇങ്ങോട്ട് തന്നു. എന്നിട്ട് രാജ്ഞി അത് കഴുകി വൃത്തിയാക്കി ഒരു സ്വർണ്ണ പാത്രത്തിൽ വെച്ച് അത് രാജാവിന് കൊടുത്തു. രാജാവിന് ആപ്പിളിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ അത് കൊണ്ടുവരുന്ന ആളെ നോക്കിയപ്പോൾ തൻ്റെ ചങ്കായ അമ്മയാണ്, അമ്മ മഹാറാണിയാണ്. അമ്മയുടെ വരവ് തന്നെ രാജാവിന് ആനന്ദകരമാണ്. കാരണം എളിമയുടെ നിറകുടമല്ലേ, സൗമ്യതയുടെ റാണിയല്ലേ. അപ്പോൾ അമ്മ വരുന്നത് കണ്ടപ്പോഴേ രാജാവ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു, സിംഹാസനത്തിൽ നിന്ന്. എന്നിട്ട് ചോദിച്ചു, അമ്മ എന്താ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നേ? അമ്മയുടെ പാത്രത്തിൽ കയ്യിൽ നോക്കിയപ്പോൾ സ്വർണ്ണ തളികയിൽ ഒരു ആപ്പിള്. ആപ്പിളിന് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല, പക്ഷെ അത് സ്വർണ്ണ തളികയിൽ വെച്ചതുകൊണ്ടും അത് കൊണ്ടുവരുന്നത് എൻ്റെ അമ്മയായതുകൊണ്ടും രാജാവ് ചോദിച്ചു, എന്താണ് ഇത് കയ്യിൽ? അമ്മ പറഞ്ഞു, മോന് തരാൻ ഒരു ആപ്പിള് ഒരു കർഷകൻ കൊണ്ടുവന്നതാ. ആണോ? രാജാവിന് ഇഷ്ടമായി. ആ ആപ്പിളെടുത്ത് അമ്മയോട് പറഞ്ഞു, നന്നായിരിക്കുന്നു. അമ്മ പറഞ്ഞു, ആപ്പിൾ കൊണ്ടുവന്ന കർഷകന് എന്താ കൊടുക്കണ്ടേ? അമ്മ പറഞ്ഞോ, എന്താ കൊടുക്കണ്ടെങ്കിൽ അത് കൊടുക്കാം. പ്രിയ കൂട്ടുകാരെ,
നമ്മുടെ സൽപ്രവൃത്തികളിൽ പോലും അഹങ്കാരം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളറിയുന്നില്ല അത്. നമ്മുടെ സംസാരത്തിൽ കുറേ കാര്യങ്ങൾ വെട്ടിമാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആത്മാവിൽ നിന്ന് അകലെയാണ്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് എന്തു ചെയ്യും? നമ്മുടെ സംസാരം, നമ്മുടെ ശരീരം, നമ്മുടെ എല്ലാ അവയവങ്ങൾ, മനസ്സ്, ആത്മാവ് എല്ലാം അമ്മയ്ക്ക് അടിയറവ് വയ്ക്കുക. അമ്മ ആ സൽപ്രവൃത്തികളെയൊക്കെ കഴുകി ശുദ്ധാക്കി സ്വർണ്ണത്തളികയിൽ വെച്ച് രാജാവായ മകന് കൊടുക്കും. അമ്മ കൊടുക്കുമ്പോൾ മകനത് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് ഈ 1-ാം ദിവസം ചിന്തിക്കാം, ഞാൻ എല്ലാം പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് അടിയറവ് വെച്ചു എന്ന് പറഞ്ഞത് ശരിയാണോ? എന്തുമാത്രം കാര്യങ്ങളാണ് യജമാനത്തിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്ത് കൂട്ടിയത്. ഇന്ന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം, മാതാവേ, എൻ്റെ സമർപ്പണം യഥാർത്ഥത്തിലുള്ള സമർപ്പണമായി മാറാൻ, ഞാൻ സമർപ്പിച്ച എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവെല്ലാം അങ്ങയുടെ ഓർഡർ പ്രകാരം മാത്രം ശബ്ദമുയർത്താൻ ഉള്ള കൃപ എനിക്ക് നൽകണമേ. രണ്ടാമത്, എളിമ എന്ന പുണ്യം, യഥാർത്ഥ എളിമ എന്ന പുണ്യം എനിക്ക് നൽകണമേ. എല്ലാവരുടെ മുമ്പിൽ വെച്ചും ആവശ്യമില്ലാതെ തല കുമ്പിടുകയും അധിക ഭക്തി കാണിക്കുകയും ചെയ്യുന്നത് പോലും എളിമയുടെ വിപരീതമാണെന്നാണ് പറയുന്നത്. അത് കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അമ്മയോട് പറയാം, അമ്മേ, ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്, അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ ആകാൻ ഞങ്ങളുടെ ശരീരം, മനസ്സ്, ആത്മാവെല്ലാം അമ്മയ്ക്ക് അടിയറവ് വയ്ക്കുന്നു. ഞങ്ങൾ അടിയന്മാരാണ്, അമ്മ യജമാനത്തി. അമ്മ സ്വന്തം അമ്മയാണ്, അമ്മ ദൈവമാതാവാണ്. എന്താണ് ഞങ്ങൾ മാറ്റം വരുത്തേണ്ടത്, ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന്. ഈ 1-ാം ദിവസത്തെ സമർപ്പണം, ഒരുക്കം ഇങ്ങനെയായി ആകട്ടെ. നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ശൈലികൾ മാറ്റം വരുത്തേണ്ടത്. അത് നമുക്ക് ചിന്തിച്ച് ധ്യാനിച്ചെടുക്കാം. ഈ വർഷത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുമ്പോൾ നമുക്കൊരു ഉറച്ച തീരുമാനം എടുക്കണം. ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തും, ഉറപ്പായിട്ട്. പണ്ട് ചെയ്തതുപോലെയോ പറഞ്ഞതുപോലെയോ അല്ല ഞാൻ ഇനി പറയാനും പ്രവർത്തിക്കാനും പോകുന്നത്. അതിനുള്ള കൃപ എനിക്ക് നൽകണമേ. അതിനായിട്ട് ഞങ്ങളുടെ ബലഹീനതകളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് 1-ാം ദിവസം നമുക്ക് പ്രതിഷ്ഠിക്കാം. നമുക്ക് അനുദിനം നവീകരിക്കേണ്ട പ്രതിഷ്ഠാ ജപം ചൊല്ലാം. മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ജപം. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമ 4 എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിലും ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ ദിവ്യഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് മോക്ഷഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ. വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പരിശുദ്ധ ജപമാലയോ കരുണക്കൊന്തയോ എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റും അതെല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായും ഇനിയുള്ള ഈ 3 ദിവസത്തെ സമർപ്പണം അമ്മ ആഗ്രഹിക്കുന്നത് പോലെ സമർപ്പിക്കുവാനും അത് കഴിഞ്ഞാൽ അമ്മയുടെ ഹിതം, ഈശോയുടെ ഹിതം അനുസരിച്ച് ജീവിക്കുവാനും വേണ്ട കൃപയ്ക്കായിട്ട് ധാരാളം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൂടാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല.
അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജപമാലയും കരുണക്കൊന്തയും അതുപോലെ നമുക്ക് ദൈവം പ്രചോദിപ്പിക്കുന്ന പ്രാർത്ഥനകൾ, ഈശോയുടെ തിരുമുഖലുത്തിനിയ, തിരുനാമലുത്തിനിയ, പരിശുദ്ധാത്മാവിനോട് ലുത്തിനിയ പ്രാർത്ഥനകൾ ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം നമ്മൾ നമ്മളുടെ പ്രതിഷ്ഠയ്ക്കുള്ള ധ്യാനം നടത്തേണ്ടത്. നമ്മൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മാറ്റം വരുത്തണം. അതുപോലെ മാറ്റം വരുത്താനുള്ള ശക്തി ഇതെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നാണ് ലഭിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി പരിശുദ്ധാത്മാവിനെ വിളിച്ച് അമ്മയും ഈശോയും ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിതം മാറ്റിയിട്ട് അത് നമ്മുടെ യജമാനത്തിയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കാനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.